നമ്മുടെ പെൻസിൽ ബോട്ടത്തിന്റെ റീസ്റ്റോക്ക് വീഡിയോ ആട്ടോ. നമ്മൾക്ക് സ്ഥിരമായിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ അതിനകത്ത് കുറെ സൈസസ് കട്ടായിട്ടുണ്ടായിരുന്നു. നമ്മളപ്പോൾ പാറ്റേണും കാര്യങ്ങളും ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. അതായത് ഇത്രയും കളേഴ്സിലേക്കാണ് നമ്മളിത് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ അതിന് പാറ്റേൺ മാറ്റിയത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് നമ്മൾ താഴേക്കായിട്ട് പോട്ട്ലി ബട്ടൺസ് വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ പോട്ട്ലി ബട്ടൺസ് കുറെ കസ്റ്റമേഴ്സിന്റെ റിക്വസ്റ്റ് പ്രകാരം തന്നെ, കാരണം എല്ലാ ഏജുകാർക്കും അത് യൂസ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ആ പോട്ട്ലി ബട്ടൺസ് നമ്മൾ മാറ്റി ഇപ്പം സിമ്പിൾ ആയിട്ട് പ്ലെയിൻ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഒത്തിരി ഷെയ്ഡുകളിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവർക്കും തന്നെ അറിയാം, നമ്മുടെ ഫ്ലോറൻസയുടെ കസ്റ്റമേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇതാണ്. ബാക്ക് ആൻഡ് ഫ്രണ്ടിലേക്ക് എലാസ്റ്റിക് ആണ്. സൈസ് ചാർട്ടും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇതിന്റെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ എന്ന് പറഞ്ഞാൽ എലാസ്റ്റിക്, അതായത് വലിച്ച് നമുക്ക് എത്രത്തോളം വരെ ഇത് എക്സ്പാൻഡ് ചെയ്യാം എന്നുള്ളതും എല്ലാം ഇതിന്റെ മെഷർമെന്റിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ടുണ്ട്. 2 സൈഡ് പോക്കറ്റ്സ് ഉണ്ട്. നമ്മൾ ഇതിന്റെ മീഡിയം തൊട്ടിട്ട് 2XL സൈസ് വരെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഒരു ഫാബ്രിക്കിന്റെ വെച്ച് കഴിഞ്ഞാൽ ലൈക്ര മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ കോട്ടനും ലൈക്രയും കൂടെ മിക്സ് ചെയ്ത് വന്നേക്കുന്നതാണ്. കുറച്ച് വാഷ് ചെയ്യുമ്പോൾ കുറച്ച് ഷ്രിങ്ക് ആകും. അപ്പോൾ ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ കുർത്തി എടുക്കുന്നതിനെക്കാട്ടിലും ഒരു സൈസ് വലുത് എടുക്കുക. ഞാൻ സാധാരണ എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ വാഷ് ചെയ്തിനിപ്പോൾ ഷ്രിങ്ക് ആയി പോയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ ഫസ്റ്റ് കളർ വന്നേക്കുന്നത് മെറൂൺ ഷെയ്ഡാട്ടോ. അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് 395 ആൻഡ് 420 റേറ്റിലേക്ക്, അതായത് മീഡിയം ആൻഡ് ലാർജിന്റെ പ്രൈസ് വരുന്നത് 395 ആണ്. XL ആൻഡ് XXLന്റെ പ്രൈസ് വരുന്നത് 420 ആണ്. അപ്പോൾ നമുക്ക് ഓരോ ഷെയ്ഡുകൾ പെട്ടെന്ന് കണ്ടുപോകാം. ഈ ഐറ്റംസ് നിങ്ങൾക്ക് ഏതൊരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കാം. ഇനി അതല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിനകത്ത് ബോട്ടം എന്ന് പറഞ്ഞ കാറ്റഗറിയിലായിട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് ഡാർക്ക് ഗ്രീൻ കളറിലേക്കാണ്. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഡാർക്ക് ഗ്രേപ്പ് കളർ. അപ്പോൾ എല്ലാം ഞാൻ നിവർത്തി കാണിക്കുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ സിമ്പിളായിട്ട് കാണിച്ചു പോകാം കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് ഗോൾഡൻ ചിക്കു ഷെയ്ഡിലേക്കാണ്. ഒരു ഗോൾഡനും ചിക്കും കൂടെ മിക്സ് ചെയ്ത് വന്നേക്കുന്ന ഷെയ്ഡ്. നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡസ്റ്റി ആയിട്ടുള്ള ഒരു പേസ്റ്റൽ ആയിട്ടുള്ള ഡാർക്ക് പീച്ച് കളർ. നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് നേവി ബ്ലൂ ആണ്, ഡാർക്ക് നേവി ബ്ലൂ ആട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് നമുക്ക് ഒരുപാട് ഡിമാൻഡുള്ളൊരു കളറാണ് നമ്മുടെ റാണി പിങ്ക്. നമ്മൾ ഡാർക്ക് കളേഴ്സായി ബ്ലൂ അങ്ങനെ കുറേ കളേഴ്സിൻ്റെ കൂടെ പെയർ ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആറുള്ള കളറാണ് റാണി പിങ്ക് ഷെയ്ഡ്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് ഒരു ഗ്രേ ഷെയ്ഡ്, ഒരു ആഷും ഗ്രേയും കൂടെ മിക്സ് ചെയ്ത് വന്നേക്കുന്ന ഒരു ഷെയ്ഡാട്ടോ. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ഡിമാൻഡഡ് ആയിട്ടുള്ളൊരു കളറാണ് നമ്മുടെ പീച്ച്. ഒരുപാട് കസ്റ്റമേഴ്സിന് അറിയാം, നമ്മൾ എപ്പോൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ നമ്മുടെ വെബ്സൈറ്റിനകത്ത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോകുന്ന കളേഴ്സിനകത്തുള്ള ഒരെണ്ണമാണ് നമ്മുടെ പീച്ച് ഷെയ്ഡ്. ഇത് വന്നേക്കുന്ന പീച്ച്. നെക്സ്റ്റ് വൺ വരുന്നത് അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ടുള്ളൊരു മസ്റ്റർഡ് യെല്ലോ. നെക്സ്റ്റ് വൺ വരുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഡിമാൻഡ്, നമുക്ക് വൈറ്റിനെക്കാട്ടിലും ഡിമാൻഡ് എപ്പോഴും കൂടുതലായിട്ട് വരുന്നത് നമ്മുടെ ഓഫ് വൈറ്റ് അല്ലെ ക്രീം ഷെയ്ഡാണ്. ഇത് ഏറ്റവും നമുക്ക് ഒത്തിരി കളർ, എല്ലാ കളേഴ്സിൻ്റെ കൂടുതൽ തന്നെ നമുക്ക് മാച്ച് ചെയ്യുന്ന ഒരു കളറാണ് ഈ ഓഫ് വൈറ്റ് അല്ലെ ക്രീം കളർ. ഇനിയിപ്പോൾ ഇങ്ങനെ ഇത്രയും ഡിഫറൻസ് ഉണ്ട്, നിങ്ങൾക്ക് മാറിപ്പോകരുത് ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ. ഇത് വൈറ്റും ഇത് വരുന്നത് ക്രീം അല്ലെങ്കിൽ ഓഫ് വൈറ്റ് ഷെയ്ഡും കൂടെയാണ് കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് പേസ്റ്റൽ ഗ്രീൻ, ലൈറ്റ് ആയിട്ടുള്ളൊരു പേസ്റ്റൽ ഗ്രീൻ ആണ്. നെക്സ്റ്റ് വൺ വരുന്നത് പീക്കോ കളർ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഞങ്ങൾ ഒരുപാട് തവണ നമ്മളിത് ചെയ്തിട്ടുണ്ട്, പല കുർത്തീസിൻ്റെ കൂട്ടത്തിലൊക്കെ പെയർ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ തന്നെ മിക്ക കളേഴ്സിൻ്റെയും കൂട്ടത്തിൽ തന്നെ പെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ദുപ്പട്ടാസ് നമുക്കിപ്പോൾ ഇവിടെ അവൈലബിൾ ആണ്. നോക്കിയിട്ട് നമ്മൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സാപ്പിലെ സ്റ്റാഫിൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വന്ന് പീക്കോ കളർ. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് ബ്ലാക്ക്. ഏറ്റവും പെട്ടെന്ന് തന്നെ നമ്മൾ എത്ര സ്റ്റോക്ക് ചെയ്യുന്നോ അത്രയും പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോകുന്ന സാധനമാണ് ബ്ലാക്ക് കളർ. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് റെഡ്, ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു നല്ല റെഡാണ് വന്നേക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ടീൽ ബ്ലൂ. വീഡിയോക്കകത്ത് എങ്ങനെയാണ് കാണുന്നതെന്ന് എനിക്ക് അറിയത്തില്ല, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് ടീൽ ബ്ലൂ. അപ്പോൾ ഇത്രയും കളേഴ്സാണ് നമ്മൾ വെബ്സൈറ്റിനകത്തേക്ക് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് 2 years ആവുകയാണ്. ഫ്രം ദ ബിഗിനിങ് നമ്മൾ ആദ്യം തൊട്ട് തന്നെ നമ്മൾ ചെയ്യുന്ന സിഗരറ്റ് ബോട്ടമാണ്. കുറച്ച് വാഷ് ചെയ്യുമ്പോൾ കുറച്ച് ഷ്രിങ്ക് ആവുന്നുള്ളത് മാത്രമേ ഉള്ളൂ. നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു ഐറ്റമാണ്.